ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പ്രതാപവർമ്മയുടെ പിന്മുറക്കാരനായി പ്രതാപവർമ്മയുടെ സ്ഥാനം ഇനി അങ്ങോട്ട് ഞാൻ നോക്കി നടത്തിക്കൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. പൂജ കഴിഞ്ഞു. ഇനി ഉടവാൾ കൈമാറ്റ ചടങ്ങിലേക്ക് കടക്കാം. ശരി, അങ്ങനെ ആയിട്ട് പോറ്റി. ഞാൻ പോയി വിളിച്ചിട്ട് വരാം. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിച്ചോളൂ. അച്ഛനമ്മമാരുടെയും വർമ്മസാറിന്റെയും അനുഗ്രഹം വാങ്ങിച്ചോളൂ. ദേവി തലമുറകളായി കൈമാറി വന്നുകൊണ്ടിരിക്കുന്ന പൊന്നുടവാളാണ്. അവിടുന്ന് കുടികൊള്ളുന്ന കുടുംബമാണ്. കാക്കണം, കാവലാവണം, തുണ വേണം. അവിടുന്ന് കുടിയിരിക്കുന്ന കുടുംബത്തിലെ പുതിയ സേനാധിപതിക്ക് ഉടവാൾ കൈമാറുകയാണ്. ദേവി, രാജു എതിരൊന്നും പറയല്ലേ. വർമ്മ സാറേ, ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചോളൂ. ശ്രീവിലാസം കോവിലകത്തെ പ്രധാനിയും കുടുംബത്തിന്റെ എല്ലാ സ്വത്തുക്കളുടെയും കുടുംബക്ഷേത്രത്തിന്റെയും സമ്പത്തുകളുടെയും നടത്തിപ്പവകാശിയായ ഞാൻ കുടുംബത്തിന്റെ അധികാര ചിഹ്നമായ തലമുറകളായി കൈമാറി വന്നുകൊണ്ടിരിക്കുന്ന ഈ ഉടവാൾ എന്റെ പരിപൂർണ സമ്മതത്തോടുകൂടി രാജുവിനെ ഏൽപ്പിക്കുന്നതിന് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ മുന്നോട്ട് വന്നു നിന്ന് എതിർപ്പുണ്ടെന്ന് പറയാം. അംബിക മേഡം, ഇങ്ങനെ മിണ്ടാകുന്ന എങ്ങനെയാ? അമ്മേ, എനിക്ക് എതിർപ്പുണ്ടെന്ന് ഞാൻ പറയട്ടെ. നിനക്ക് ആ വാളുകൊണ്ട് പ്രതാപന്റെ കയ്യിൽ നിന്ന് കുത്തുകൊള്ളണോ? വേണ്ട. വേണമെങ്കിൽ മിണ്ടാതെ നിക്ക്. ആർക്കും എതിർപ്പില്ലാന്ന് കരുതുന്നു. ഞാൻ ഈ ഉടവാള് രാജുവിന് കൈമാറാൻ പോവാണ്. രാജു, ഞാൻ പറയുന്നത് ഏറ്റുപറഞ്ഞ ശേഷം രാജു ഉടവാള് കയ്യിലേക്ക് വാങ്ങണം.
കൃഷ്ണഗിരി വീട്ടിൽ വേണുവിന്റെയും രാധയുടെയും മകനായ രാജു എന്ന ഞാൻ രാജു ഏറ്റുപറയ. കൃഷ്ണഗിരി വീട്ടിൽ വേണുവിന്റെയും രാധയുടെയും മകനായ രാജു എന്ന ഞാൻ ശ്രീവിലാസം തറവാട്ടിലെ പ്രതാപവർമ്മയുടെ ഒരേ ഒരു മകളെ വിവാഹം ചെയ്ത് ആ കുടുംബത്തിലെ ഒരു അംഗമാകുകയും ഏറ്റുപറയൂ രാജു. അല്ല വർമ്മ സാറേ, ഞാൻ സമയം കളയാതെ പറയൂ രാജു. ശ്രീവിലാസം തറവാട്ടിലെ പ്രതാപ വർമ്മയുടെ മകളെ വിവാഹം ചെയ്ത ഞാൻ ആ കുടുംബത്തിലെ അംഗമാവുകയും കുടുംബത്തിലെ പ്രധാനിയായ പ്രതാപ വർമ്മയിൽ നിന്നും കുടുംബത്തിന്റെ മേൽനോട്ടത്തിന്റെയും അവകാശത്തിന്റെയും ചിഹ്നമായ ഉടവാൾ പ്രതാപവർമ്മയിൽ നിന്നും സ്വീകരിച്ച് പ്രതാപവർമ്മയുടെ മകളുടെ ഭർത്താവായ ഞാൻ എല്ലാ സ്വത്തുക്കളുടെയും അവകാശം ഏറ്റെടുക്കുന്നുവെന്നും കൂടാതെ പ്രതാപവർമ്മയുടെ പിന്മുറക്കാരനായി പ്രതാപവർമ്മയുടെ സ്ഥാനം ഇനി അങ്ങോട്ട് ഞാൻ നോക്കി നടത്തിക്കൊള്ളാമെന്നും പ്രതിജ്ഞ ചെയ്യുന്നു. എന്താ തിരുമേനി പറഞ്ഞത് മനസ്സിലായില്ലേ? ഒന്നുകൂടി പറയണോ? പറഞ്ഞത് മനസ്സിലായി. പക്ഷെ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇവരൊക്കെ എന്നോട് പറഞ്ഞ. വർമ്മ സാറിന്റെ സ്ഥാനത്ത് ഞാനോ? ഏയ് രാജു, നീ എന്തായി കാണിക്കുന്നേ? കൃത്യസമയത്ത് തന്നെ വീണ്ടും. വർമ്മ സാറ്, ഞാൻ എങ്ങനെയാ വർമ്മ സാറിന്റെ സ്ഥാനത്ത്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ശേഖർ സാറേ, ഇങ്ങനെയൊന്നും അല്ലല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞത്. യാമിനി മാഡം,